السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഖൂത്തിൻ്റെയും അതുപോലെ തന്നെ കൃഷിയുടെയും സക്കാത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇന്ന് നമുക്ക് പറയാനുള്ളത് സക്കാത്തുൽ മവാഷി, ആടുമാട് ഒട്ടകങ്ങളുടെ സക്കാത്തിനെ കുറിച്ചാണ്. വളരെ സിമ്പിളാണ്. നിങ്ങൾ പണ്ട് മുതലേ പഠിച്ചു വരുന്ന ആ കണക്ക് പറയാൻ മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. അതുകൊണ്ട് നമുക്ക് നേരെ കിതാബിലേക്ക് നോക്കാം. അപ്പോൾ തെജിബു അല മൻ മറ, മേൽ പറയപ്പെട്ടവരുടെ നിർബന്ധമാകും ലി സക്കാത്തി, സക്കാത്തിനക്ക് വേണ്ടി ഫി കുല്ലി ഹംസ് ഇബിലിൻ, 5 ഒട്ടകം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ കൊടുക്കൽ നിർബന്ധമാകും. ഷാത്തുന് ഒരാട് കൊടുക്കണം. 5 ഒട്ടകം ഉണ്ടെങ്കിൽ പകരം കൊടുക്കേണ്ടത് എന്താകുന്നു? ഷാത്തുൻ, ഒരാട്. ഷാത്ത് എന്ന് പറഞ്ഞാൽ ഏതാടാ കൊടുക്കേണ്ടത്? ജദഅത്തുൽ ഇനിൻ എന്നാണ്. നെയ്യാടിൻ്റെ ജദഅ, ലഹാ സണത്തുൻ, അതിന് 1 വയസ്സുള്ള. അതല്ലെങ്കിൽ സെനീയത്തോട് ചോയ്സ് ഉണ്ട്, ഒന്നെങ്കിൽ അത് കൊടുക്കുക. അതല്ലെങ്കിൽ ഔ സെനീയത്തു മഅസിൻ, കോലാടിൻ്റെ സെനീയത്ത്. ലഹാ സെനീയത്ത് എന്ന് പറഞ്ഞേക്കാണെങ്കിൽ ലഹാ സനത്താണ് 2 വയസ്സുള്ളത്. അപ്പോൾ 5 ഒട്ടകം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ നെയ്യാടിൻ്റെ ജദഅയോ അതല്ലെങ്കിൽ കോലാടിൻ്റെ സെനിയയോ കൊടുക്കാമെന്നർത്ഥം. വയുജ്സിഉദ്ദക്കറു വഇൻ കാനത് ഇബ്ലുഹു ഇനാസൻ, ഇബ്ല് പെണ്ണൊട്ടകമാണെങ്കിലും ആൺ ആടിനെ കൊടുത്താലും ശരിയാകും. ലൽ മരീദു, മരീദായ ആടിനെ കൊടുത്താൽ ശരിയാവില്ല. ഇൻ കാനത് ഇബ്ലുഹു സിഹാൻ, അവൻ്റെ ഒട്ടകങ്ങളൊക്കെ നല്ല സിഹായ ഒട്ടകങ്ങളാണ്, ഒരു പ്രശ്നമില്ലാത്ത ഒട്ടകമാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് അതിന് പകരം മരീലായ ഒരു ആടിനെ കൊടുത്താൽ ശരിയാവുകയില്ല. അപ്പോൾ 5 മുതൽ 25 വരെ, 5 മുതൽ 25 വരെ കൊടുക്കേണ്ടത് ഓരോ 5ലും ഓരോ ആട് വീതമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 20 ആണെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും? 4 ആട് കൊടുക്കേണ്ടി വരും. 10 ആണെങ്കിൽ 2 ആട് കൊടുക്കേണ്ടി വരും. ഇലാ 25 മിൻഹ, ഈ ഇബിലിൽ നിന്ന് 25 എണ്ണമാകുന്നവരെ. അപ്പോൾ ഫഫി അഷ്റിൻ, 10 ഒട്ടകമാണെങ്കിൽ ഷാത്താനി 2 ആടാണ് കൊടുക്കേണ്ടത്. വ 15 15 ഒട്ടകമാണെങ്കിൽ സലാസുൻ 3 ആടാണ് കൊടുക്കേണ്ടത്. വ 20 20 മുതൽ 20 ആടുണ്ട്, 20 ഒട്ടകമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ 24 25 വരെ, ഇല്ല 50 25 വരെ, 24 വരെ ആടാണെങ്കിൽ ഒട്ടകമുണ്ടെങ്കിൽ 4 ആടാണ് കൊടുക്കേണ്ടത്. ഇതാ കമലത്തിൽ 25 25 തികഞ്ഞാലോ ഫ ബിന്തു മഹാലിൻ, അപ്പോൾ പിന്നെ ബിന്തു മഹാലാണ് കൊടുക്കേണ്ടത്. ലഹാസ്ഥാനത്തിന് 1 വർഷമുള്ള. ഹിയ, ഈ ബിന്തു മഹാലാവുന്നു വാജിബുഹ 25 ഒട്ടകത്തിൽ നിർബന്ധമാവുക. ഏതുവരെ? ഇലാ സിത്തിം വ സലാസീന, 36 ഒട്ടകം വരെ. അപ്പോൾ 24 വരെ ഉള്ളതിൽ ഓരോ 5ലും ഓരോ ആട് വീതം കൊടുക്കുക. 25 പൂർണ്ണമാണെങ്കിൽ അവിടെ കൊടുക്കേണ്ടത് ബിന്തു മഹാലാവുന്നു. എത്ര വരെ? 36 വരെ. അപ്പോൾ സുമ്മിയത്ത് ബിദാലിക്ക, അതിന് ബിന്തു മഹാൽ എന്ന് പേര് വെക്കപ്പെടാൻ കാരണം സുമ്മിയത്ത്, ആ ഒട്ടകത്തിന് പേര് വെക്കപ്പെട്ടു ബിദാലിക്ക, ബിന്തു മഹാൽ എന്നതുകൊണ്ട്. ലി അന്ന ഉമ്മഹ, എന്തുകൊണ്ട്? കാരണം അതിൻ്റെ ഉമ്മ ആനലഹ അൻ തസീറ, അത് അടുത്തിരിക്കുന്നു. എന്നൽ മഹാലി, അതിന് പ്രസവ വേദന ഉണ്ടാവാൻ അടുത്തിരിക്കുന്നു. അയ്യൽ ഹവാമിലി, അത് പ്രസവിക്കാൻ അടുത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മഹാലിൻ്റെ ബിന്ത് എന്ന് പറയാനുള്ള കാരണം. അത് ബിന്തു മഹാലിനെയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ 36 തികഞ്ഞാൽ ഓഫി സിത്തിം വ സലാസീന, 36 തികഞ്ഞാൽ പിന്നെ ഇലാ സിത്തിം വ അർബഈന, 46 വരെ കൊടുക്കേണ്ടത് ബിന്ത് ലബൂൻ. ബിന്ത് ലബൂനാണ്. ലഹാസ്ഥാനത്താന് 2 വയസ്സുള്ള. സുമ്മയത്ത് അതിന് ബിന്ത് ലബൂൻ എന്ന് പേര് വെക്കപ്പെടാനുള്ള കാരണം എന്താകുന്നു? ബിദാലിക്കാലി അന്ന ഉമ്മഹ, കാരണം അതിൻ്റെ ഉമ്മ ആനലഹ, അത് അടുത്തിരിക്കുന്നു. തലാസാനിയൻ, രണ്ടാമത്തതിനെ പ്രസവിക്കാൻ അടുത്തിരിക്കുന്നു. തസീറദാത്ത ലബനിൻ, രണ്ടാമത്തെ പ്രസവം ഹംലുണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിൻ്റെ അകിടിൽ എന്താകും? അത് ദാത്തു ലബൻ, പാലുടയതായിട്ട് മാറിയിട്ടുണ്ടാകും. അങ്ങനെ ഏതുവരെ കൊടുക്കണം? അത് ലാ സിത്തിം അർബഈൻ, 46 വരെ കൊടുക്കേണ്ടത് എന്താകുന്നു? ബിന്തു ലബൂനാണ്. 46 പൂർണ്ണമായാൽ ഓഫി സിത്തിം അർബഈന, 44 പൂർണ്ണമായാൽ പിന്നെ ഇല ഇഹ്ദാവ സിത്തീൻ, 61 വരെ കൊടുക്കേണ്ടത് ഹിക്കത്തുൻ, ഹിക്കയാകുന്നു. ലാ സലാസു സിനീൻ, അതിന് 3 വയസ്സുള്ള ഹിക്ക. സുമ്മിയത്ത് ബിദാലിക്ക്, അതിന് ഹിക്ക എന്ന് പേര് വെക്കാനുള്ള കാരണം എന്താകുന്നു? ലി അന്ന, കാരണം അത് ഇസ്തഹക്കത്ത്, അത് അവകാശിയായിരിക്കുന്ന. തുറക്കബ, അതിൻ്റെ മേലിൽ പിന്നെ വാഹനം കയറാനും സഞ്ചരിക്കാനൊക്കെ ഉപയോഗിക്കും. യുഹ്മൽ അലൈഹ, അതിൻ്റെ മേലിൽ സാധനങ്ങൾ കൊണ്ടുപോകാനും റുക്കൂബിനൊക്കെ നമ്മൾ ഉപയോഗിക്കും. യത്രുക ഹൽ ഫഹലു, ആണൊട്ടകങ്ങളൊക്കെ അതിനെ
ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് പിന്നെ ഹംലൊന്നും ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് അത് യാത്രക്കും അതുപോലെ ഹംലുകൾ സാധനങ്ങൾ ചുമക്കാൻ വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുക. അതിന് പിന്നെ മക്കളൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് ഹിക്ക എന്ന് പറയാനുള്ള കാരണം. അങ്ങനെ 61 പൂർത്തിയായാലോ ഫി ഹിദാ വസിത്തീന 61 പൂർത്തിയായാൽ ജദഅത്തുന്നൊരു ജദഅയാണ് കൊടുക്കേണ്ടത്. ലഹ 4 സിനീൻ 4 വയസ്സുള്ള സുമിയത്ത് ബിദാലിക്ക് എന്തുകൊണ്ടാണ് ജദഅ എന്ന് പേരൊക്കെയുള്ള കാരണം അന്നഹ യജ്ദഉ മുഖദ്ദമു അസ്നാനിഹ അതിൻ്റെ മുൻപലകളൊക്കെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും. യജ്ദഉ എന്ന് പറഞ്ഞാൽ യസ്കുതു. അങ്ങനെ വഫി സിത്തിൻ വസബഈന പിന്നെ 76 പൂർത്തിയായാൽ 61 മുതൽ 76 വരെ കൊടുക്കേണ്ടത് ജദഅയാണ്. 76 പൂർത്തിയായാലോ ബിൻത ലബൂൻ 2 ബിൻത്ത് ലബൂൻ കൊടുക്കണം. വഫി ഹിദാവത്തിസ്ഹീന പിന്നെ 91 അടുത്ത കണക്ക്. 91 പൂർത്തിയായാലോ ഹിക്കത്താനി 2 ഹിക്കയാണ് കൊടുക്കേണ്ടത്. വഫി മിഅത്തിൻ വഹിദാ വഇശ്രീന 100 പിന്നെ 121 അയാൾ സലാസു ബനാത്ത് ലബൂൻ 3 ബിൻത്ത് ലബൂൻ കൊടുക്കണം. അത് കഴിഞ്ഞാലോ 121 കഴിഞ്ഞാൽ പിന്നെ പ്രത്യേക കണക്കുകളില്ല. പിന്നെ നമ്മൾ പരിഗണിക്കേണ്ടത് സുമ്പൽ വാജിബ് ഫി കുല്ലി 40 പിന്നെ ഓരോ 40 എണ്ണത്തിലും ബിൻത്ത് ലബൂനും വഫി കുല്ലി 50 ഓരോ 50 എണ്ണത്തിലും ഹിക്കയുമാണ് കൊടുക്കേണ്ടത്. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പണ്ട് മുതലേ പഠിച്ചു വരുന്നതാണ്. ഇനി അതാണ് ഒട്ടകത്തിൻ്റെത്. ഇനി പശുവിൻ്റെത്. യജ്ബു ഫി സലാസീന ബഖറത്തൻ 30 പശു മുതൽ 40 വരെ ഉള്ളതിൽ നിർബന്ധമാകും തബിഉൻ ഒരു തബിയാണ് കൊടുക്കേണ്ടത്. ലഹുസനത്തിന് 1 വയസ്സുള്ള തബിയാന്ന് പേര് കള്ള കാരണം സുമ്മിയ ബിദാലിക്കൽ എന്നഹു യത്ബഉ ഉമ്മഹു കാരണം അത് അതിൻ്റെ ഉമ്മേൻ്റെ പിന്നാലെ അങ്ങനെ നടക്കുന്ന പ്രായക്കാരൻ അതാണ് തബിയ എന്ന് പേരേക്കുള്ള കാരണം. വഫി 40 മുതൽ 60 വരെ കൊടുക്കേണ്ടത് മുസിന്നത്തിനൊരു മുസിന്നയാണ് കൊടുക്കേണ്ടത്. ലഹാസനത്ത് അതിന് 2 വയസ്സുള്ള സുമ്മിയത്ത് ബിദാലിക്ക് അതിന് പേരേക്കുള്ള കാരണം തക്കാമുൽ അസ്നാനിഹ അതിൻ്റെ പല്ലുകളൊക്കെ പൂർണ്ണമായി വന്നു കഴിഞ്ഞിട്ടുണ്ടാകും. അതിനാണ് മുസിന്ന എന്ന് പറയുക. 40 കഴിഞ്ഞാൽ പിന്നെ വഫി സിത്തീനത്ത് 60 ആയാൽ പിന്നെ തബിആന് 2 തബിയാണ് കൊടുക്കേണ്ടത്. 60 കഴിഞ്ഞാൽ പിന്നെ പശുവിൻ്റെ എണ്ണം അവസാനിച്ചു. പിന്നെ സുമ്മഫി കുല്ലി സലാസീന പിന്നെ അവിടെ നിന്നുള്ള ഓരോ 30ലും തബിയ കൊടുക്കണം. വഫി കുല്ലി 40 ഒരു 40ലും മുസിന്നയും കൊടുക്കണം. യജ്ബുഫി അറിഞ്ഞ ആടിൻ്റെത് യജ്ബുഫി 40 വനമൻ 40 ആടുണ്ടെങ്കിൽ അവിടെ കൊടുക്കൽ നിർബന്ധമാകും. മിഅത്തിൻ വഹിദാ വഇശ്രീന 121 വരെ. അപ്പം 40 മുതൽ 39 ആണെങ്കിൽ കൊടുക്കുന്ന നിർബന്ധമല്ല. 40 മുതൽ 121 വരെ കൊടുക്കേണ്ടത് ഷാത്തുൻ ഒരു ആടാണ് കൊടുക്കേണ്ടത്. വഫി മിഅത്തിൻ വഹിദാ വഇശ്രീന 121 പൂർണ്ണമായി കാണെങ്കിലോ ഇലാ മിഅത്തൈനി വവാഹിദ 201 വരെ ഷാത്താനി 2 ആളാണ് കൊടുക്കേണ്ടത്. വഫി മിഅത്തൈനി വവാഹിദ 201 മുതൽ ഇലാ സലാസിമയത്തിന് 300 വരെ സലാസുമിന ഷിയാഹി 3 ആടാണ് കൊടുക്കേണ്ടത്. പിന്നെ വഫി 400 400 ആയാൽ 40 മിൻഹ 4 ആട് കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ആടിൻ്റെ കണക്ക് അവസാനിച്ചു. സുമ്മ ഫി കുല്ലിമിയത്തിൻ പിന്നെ എല്ലാ ഓരോ 100ലും എന്ത് കൊടുക്കണം? ഫി കുല്ലിമിയത്തി ഷാത്തിന് എല്ലാ 100 ആടിനും കൊടുക്കണം. ജദ്അത്തുൽ ലഅനിൻ ലഹാസനത്തിന് 1 വയസ്സുള്ള ലഅന് നെയ്യാടിൻ്റെ ജദ്അ കൊടുക്കണം. ഔ സനിയത്തു മാസിൻ അല്ലെങ്കിൽ കോലാടിൻ്റെ സനിയത്ത് ലഹാസനത്ത് 2 വയസ്സുള്ള ഒരാട് കൊടുക്കണം. ഒമാ ബൈന നിസാബൈനി 2 നിസാബിൽ നിന്നുള്ള സംഖ്യകൾക്കാണ് യുസമ്മ വഖ്സൻ അതിന് വഖ്സ് എന്ന് പറയും. ഇടയിൽ വരുന്ന കണക്കിന് 2 നിസാബിൻ്റെ ഇടയിലുള്ള കണക്കുണ്ടല്ലോ. അപ്പോൾ 40 നമ്മൾ നേരത്തെ പറഞ്ഞു. 40 മുതൽ എത്ര വരെ നമ്മൾ ആട് പറഞ്ഞോട്ട് നമ്മൾ പറഞ്ഞല്ലോ 40 മുതൽ 121 വരെ. അപ്പം അതിൻ്റെ ഇടയിലുള്ള കണക്ക് 100 90 അതിനൊക്കെ എന്താകുന്നു പറയുക വഖ്സ് എന്നാണ് പറയുക. വലാ യുഅദു ഖിയാറുൻ കഹാമിലിൻ വമുസമ്മണത്തിൽ അക്കലി വറുബ്ബ വഹിയ ഹദീസത്തുൽ അഹദി ബിൻ നിതാജ് ബി അൻ യംദി ലഹ മിൻ മിലാദിയ നിസ്ഫു ഷൈഇൻ ഇല്ലാ ബിറളാ മാലിക്കിൻ. സക്കാത്ത് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത്? നമ്മൾ തോന്നിയെടുക്കാൻ പാടില്ല. ഹാമിലായതിന് എടുക്കരുത്. അതുപോലെ വലിയ ഭക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം പോറ്റി വളർത്തി ഉണ്ടാക്കിയ സാധനങ്ങളുണ്ടാവും, അതിനെയും എടുക്കാൻ പാടില്ല. മാലിക്കിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ എടുക്കുക. അപ്പോൾ ഒരു മാലിക്ക് പറഞ്ഞു നിങ്ങൾ ഹാമിലായതിനെ കൊണ്ടുപോയിക്കോളെന്ന് പറയുകയാണെങ്കിൽ എടുക്കുക. സമ്മതമില്ലാതെ എടുക്കരുത്. കാരണം അത് ഹാമിലുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സാധാ ഒന്നിനെടുത്താൽ മതി എന്നർത്ഥം. വലാ ഖിയാർ എന്നുള്ള മേത്തരം സാധനങ്ങൾ മുന്തിയ സാധനം നോക്കിയെടുക്കപ്പെടാൻ പാടില്ല. ഏതുപോലെയൊക്കെ ഹാമിലിൻ ഗർഭിണികളെ പോലെ മുസമ്മണത്തിൽ അക്കിലിന് വേണ്ടി തിന്നാൻ വേണ്ടി പോറ്റി വളർത്തിയുണ്ടാക്കിയ സാധനം. റുബ്ബ എന്ന് പറഞ്ഞാൽ ഹദീസുൽ അഹദി ബിൻ നിതാജ് പ്രസവിച്ചിട്ട് സമയം കുറച്ചായത്. അതായത് ലഹാമി വിലാത്തിഹ നിസ്ഫു ഷഹരിൻ പ്രസവം കഴിഞ്ഞിട്ട് ഒരു പകുതി മാസം കഴിഞ്ഞിട്ടുള്ളൂ.
2 ആഴ്ച 3 ആഴ്ചയൊക്കെ ആവണുള്ളൂ, അപ്പോഴേക്കും അതിനെടുക്കരുത്. കാരണം അതിന് കുട്ടിയെ നോക്കേണ്ട, കുട്ടീൻ്റെ ആ ഒരു പരിചരണവുമായി ബന്ധപ്പെട്ട സമീകാരം അതിനെടുക്കാൻ പാടില്ല. ബില്ലാ മാലിക്കിൻ്റെ സമ്മതം കൂടാതെ. മാലിക്കിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്മൾ ജദ്ദാക്ക് എടുക്കണം എന്ന് പറഞ്ഞല്ലോ, അത് എടുക്കുന്ന സമയത്ത് ആ എന്താവരുത്, നേരത്തെ പറഞ്ഞതൊന്നും ഇതേമാതിരി ഹാമിലോ മുസമ്മിണത്തിൽ ലക്കിലോ റുബയോ ഒന്നും ആകാൻ പാടില്ല. ഇനി അടുത്തത് ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട മസാലകളാണ്. ഇപ്പം നമ്മൾ ബദൻ്റെ സക്കാത്തുൽ മാൽ അവസാനിച്ചു. ഇനി സക്കാത്തുൽ ബദനാണ് തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിന് പറയാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.